നമസ്കാരം വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയ പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്ത് ശബരി റെയിൽ സമരത്തിന് കരിങ്കുന്നത്ത് ആവേശോജ്വലമായ തുടക്കം. ജില്ലാ സീനിയർ ടെന്നിക്വേറ്റ് ചാമ്പ്യൻഷിപ്പ് മുതലക്കോടത്ത് ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ എം ഹരിത് ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ കരടിപ്പാറയ്ക്ക് സമീപം മിനി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. സേലം സ്വദേശി ദാമോദറാണ് മരിച്ചത്. ഇലപ്പള്ളി ടൗൺ പാലം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ഉദ്ഘാടനം നിർവഹിച്ചു. നെടുങ്കലിൽ കുടുംബയോഗം രജത ജൂബിലി ഉദ്ഘാടനം നടന്നു. കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജനകീയ പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്ത് ശബരി റെയിൽ സമരത്തിന് കരിങ്കുന്നത്ത് ആവേശോജ്വലമായ തുടക്കം. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ഉദ്ഘാടന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി LDF കൺവീനർ വൈക്കം വിശ്വൻ സമര സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. ശബരി റെയിൽ പ്രക്ഷോഭം ഏറ്റെടുക്കുമെന്നും വിജയം വരെയും സമരവുമായി മുന്നോട്ടു പോകുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിന്റെയും കേരളത്തിന്റെയും ആകെയും വികസനത്തിന് അവിഭാജ്യ ഘടകമാണ് ശബരി റെയിൽ പദ്ധതി. വിട്ടുവീഴ്ചയില്ലാതെ പദ്ധതി നടത്തിപ്പിനായി LDF നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ജോയ്സ് ജോർജ് MP പതാക കൈമാറി. മധ്യ തിരുവിതാംകൂറിന്റെ വികസനത്തിന് വലിയ പങ്ക് വഹിക്കുന്ന ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കണം. അതോടൊപ്പം തന്നെ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. ഇതൊരു വലിയ ജനകീയ വികാരമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. കരിക്കുന്നം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UK ചാക്കോ അധ്യക്ഷത വഹിച്ചു. KK ജയചന്ദ്രൻ MLA, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി, CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ, CK വിദ്യാസാഗർ, ഇൻഫാം തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ഫാദർ ജോസ് മോനിപ്പള്ളി, റീജിയണൽ പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട്, ശബരി റെയിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ PM ഇസ്മായിൽ, ബാബു പോൾ, EA റഹീം, TR സോമൻ, KM ബാബു, PP ജോസ്, സ്വാഗത സംഘം കൺവീനർ PJ കുര്യൻ, ഗോപി കോട്ടമുറയ്ക്കൽ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, KL ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശബരി റെയിൽ സമരം വിജയം കണ്ടു മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് ജാഥ ക്യാപ്റ്റൻ ജോയ്സ് ജോർജ് MP. ശബരി റെയിൽ സമരം മലയോര കാർഷിക ജില്ലകളുടെ സമര ചരിത്രത്തിൽ പുതുചരിതം എഴുതി ചേർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സമര പരിപാടിയാണിത്. ഈ കാൽനട ജാഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശബരി റെയിൽ അനന്തമായി നീണ്ടുപോകുന്ന അവസ്ഥ അവസാനിപ്പിക്കുകയും സമയബന്ധിതമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും അതുവഴി ഭൂമി വിട്ടുകൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഇത്രയും കാലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകണം. വികസനം ആ തരത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കണം. എന്നെങ്കിലും സംഭവിക്കുന്ന ഒന്നാകില്ല വികസനം. നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നതാകണം വികസനം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആ തരത്തിലുള്ള ശക്തമായ ജനകീയ മുന്നേറ്റമാണ്. ഈ ജനകീയ മുന്നേറ്റത്തിനൊടുവിൽ ഗവൺമെന്റുകൾ ഇതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ശക്തമായ സമ്മർദ്ദങ്ങൾക്കുമായി തുടർന്നു പോവുകയും വളരെ തീവ്രമായ സമരരൂപത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജനകീയ മുന്നേറ്റത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ശബരി റെയിൽ സന്ദേശയാത്രയ്ക്ക് കോലാനിയിൽ സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ, PP ജോയ്, VV മത്തായി, TR സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DYFI പ്രവർത്തകർ പ്രകടനമായെത്തി ജാഥയെ സ്വീകരിച്ചു.
ജോയ്സ് ജോർജ് എം പി നയിക്കുന്ന ശബരി റെയിൽ സമര സന്ദേശ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന സ്വീകരണ സമ്മേളനം ചാലക്കുടി എം പി ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. ശബരിമല അവിടേക്കുള്ള റോഡാണ്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊന്നും വലിയ ഭൂമികളില്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പൊ അതൊക്കെ റെയിൽവേക്ക് സൂക്കേടുണ്ട്. കല്ലിട്ട് പോവുക, പിന്നെ തൊടാൻ പറ്റില്ല, വിൽക്കാനും പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മകളെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ഓപ്പറേഷന് പോലും പൈസ പിന്നെ കിട്ടില്ല. റെയിൽവേയുടെ കാര്യം ഭയങ്കര കുഴപ്പമാണ്, നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇത് 98 പ്രഖ്യാപിച്ചതെന്ന് പറയാം. 17 വർഷത്തോളമായി എന്തായാലും ഇങ്ങനെ ഒരു സമരം വളരെ സമാധാനപരമായി നീങ്ങുന്ന ഒരു സമരം. ഞാൻ ഈ സമരത്തിന് തീർച്ചയായിട്ടും അത് ജോയ്സ് ജോർജ് മുൻകൈയെടുത്ത് അതിനോട് കൂടെ തന്നെ മറ്റു പലരും, എല്ലാ ആളുകളും ആരും ഇതിന് മാറി നിൽക്കേണ്ട കാര്യമില്ല. മാറി നിന്നാൽ അവരെ നമ്മൾ തിരിച്ചറിയും, നമുക്ക് മനസ്സിലാവും എന്തിനാണ് അവർ മാറി നിൽക്കുന്നത്. മാറി നിൽക്കുക നല്ല കാര്യങ്ങൾക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നും നമ്മൾ കണക്കാക്കാൻ പാടില്ല. നമ്മൾ ഇറങ്ങിച്ചെല്ലണം, നമ്മൾ ചെയ്യണം. അതൊക്കെ ഈ നാടിന്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളൊക്കെ ദുരിതത്തിലാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ ഭൂമി കല്ലിട്ട് പോയിട്ട് അവർ വിൽക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇതിന്റെ പേരിൽ ഏത് സമരത്തിനും എവിടെയും, പാർലമെന്റിലാണെങ്കിൽ പാർലമെന്റിൽ, ഇവിടെയാണെങ്കിൽ ഇവിടെ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ജാഥ ക്യാപ്റ്റൻ ജോയ്സ് ജോർജ് എം പി, മാരിയിൽ കൃഷ്ണൻ നായർ, ശബരി റെയിൽ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ PM ഇസ്മയിൽ, ബാബു പോൾ, അഡ്വക്കേറ്റ് EA റഹീം, TR സോമൻ, KM ബാബു, PP ജോയ്, PJ കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ സബ് റീജിയണൽ കമ്മിറ്റി അംഗം ശ്രീ ജോസഫ് പെരിയങ്കുന്നേൽ, CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് VV മത്തായി, CPI ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PK പുരുഷോത്തമൻ നായർ, CPIM കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് M ലതീഷ്. മുതലക്കോടം ജയ് ഹിന്ദ് ലൈബ്രറി നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ ബാലവേദി ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ് ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 12-നാണ് കുട്ടികൾക്കായി ക്യാമ്പ് ആരംഭിച്ചത്. മധുരം മലയാളം, കഥ, കവിത, നാടകക്കളരി, കൃഷിപാഠം, ചെസ്, മാജിക്, കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. വിവിധ ക്യാമ്പുകളിലായി 500ഓളം കുട്ടികൾ പങ്കെടുത്തു. ചടങ്ങിൽ സഹായധന വിതരണവും നടന്നു. ലൈബ്രറിയുടെ സ്വാശ്രയ സംഘം അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു. വനിതാ സ്വാശ്രയ സംഘത്തിന്റെ വിവാഹത്തിനായി 50,000 രൂപയും ഒരംഗത്തിന് വീട് പണിയുന്നതിനായി 50,000 രൂപയും തൊണ്ടിക്കുട ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾക്കായി 300 നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഈ ക്ലബ്ബ് 1948 തുടങ്ങി ഇന്ന് വരെയുണ്ടായിട്ടുള്ള ഇതിന്റെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ KC സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞു. തീർച്ചയായും ലൈബ്രറികൾ നമ്മുടെ നാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. സാംസ്കാരിക കേന്ദ്രം മാത്രമല്ല, അത് നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു സ്ഥലം, ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായും അത് തന്നെയാണ് ലൈബ്രറികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഉദ്ദേശവും ലക്ഷ്യം. നമ്മുടെ ലൈബ്രറിയിലൂടെ പുസ്തകം വായിക്കുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ നടക്കുന്നു. സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM ബാബു, ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി ES സത്യൻ, ഷാജു പോൾ, ബാബു പള്ളിപ്പാട്, അബ്ദുൽ ഖാദർ, KP സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. വെങ്ങല്ലൂർ സമന്വയ സമിതി ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. തപസ്യ കലാ സാഹിത്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്തി രാജ് നടപ്പായതോടെ ഭരണരംഗത്തെ നിർണായക ശക്തിയായി സ്ത്രീ സമൂഹത്തെ മാറ്റിയെടുത്തത് വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളാണെന്നും സാമൂഹ്യ മാറ്റത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം സഹായ സംഘങ്ങൾ വഴികാട്ടികളായി മാറിയെന്നും തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP വേണുഗോപാൽ പറഞ്ഞു. വെങ്ങല്ലൂർ സമന്വയ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വനിതാ സംഗമം വെങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 95-ലാണ് പുതിയ പഞ്ചായത്ത് രാജ് നിയമം ഇവിടെ വരുന്നത്, മുനിസിപ്പാലിറ്റിയുടെ നിയമങ്ങളൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഗ്രാമസഭകളൊന്നും ഉണ്ടായിരുന്നില്ല. 95-ന് ശേഷം ഗ്രാമസഭകൾ കൂടാൻ തുടങ്ങി. അന്ന് ഗ്രാമസഭകൾ കൂടുമ്പോൾ ഒരു ഗ്രാമസഭകളിലും വേണ്ടത്ര പങ്കാളിത്തം, സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. പൊതുപ്രശ്നങ്ങളിൽ താല്പര്യമെടുക്കുന്ന, പൊതുപ്രശ്നങ്ങളിൽ പങ്കെടുക്കാൻ ഇടപെടാനുള്ള സ്ത്രീകളുടെ വൈമുഖ്യമായിരുന്നു അതിനുള്ള കാരണം. അത് 98-ൽ കുടുംബശ്രീ തുടങ്ങിയതിന് ശേഷം പതുക്കെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വന്നു. ഇന്ന് കേരളത്തിൻ്റെ ആ സാമൂഹ്യ ചിത്രം തന്നെ മാറി. എല്ലാ സ്ഥലത്തും ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ ഇടപെടുന്നവർ സ്ത്രീകളായിട്ട് മാറി. നിങ്ങൾ എല്ലാ പഞ്ചായത്തുകളുടെയും ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നവർ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വാർഡ് സഭകളിലാണെങ്കിൽ പോലും സ്ത്രീകളാണ്. കാര്യം സ്ത്രീകൾക്ക് കുടുംബത്തിലെ താല്പര്യം പോലെ തന്നെ പൊതുസമൂഹത്തിലെ കാര്യങ്ങളിലും താല്പര്യമുണ്ടായി. സമന്വയ വനിതാ സമിതി കൺവീനർ K. ലളിതാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ പുതുതായി ആരംഭിച്ചിരിക്കുന്ന ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ച് അംഗങ്ങളെ ചേർക്കുന്ന നടപടികൾ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ P. അശോക് കുമാർ നിർവഹിച്ചു. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അപെക്സ് ബോഡി മെമ്പർ പ്രീത പ്രദീപ് സംരംഭകത്വ അനുഭവങ്ങൾ പങ്കുവച്ചു. വെങ്ങല്ലൂർ മേഖലയെ ആരവല്ലിക്കാവ്, ഹൗസിംഗ് ബോർഡ്, പള്ളിപ്പീടിക, ഗുരുനഗർ, വേങ്ങത്താനം എന്നിങ്ങനെ 5 മേഖലകളായി തിരിച്ച് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ഓരോ സംഘങ്ങളുടെയും കീഴിൽ ഓരോ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. സമന്വയ സമിതി ജനറൽ കൺവീനർ MA മണി, ശ്രീദേവി സുരേന്ദ്രൻ പാൽക്കുളം, സിന്ധു രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ സീനിയർ ടെന്നിക്വറ്റ് ചാമ്പ്യൻഷിപ്പ് മുതലക്കോടത്ത് ആരംഭിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് സ്റ്റേഡിയത്തിൽ മുനിസിപ്പൽ ചെയർമാൻ AM ഹരിത് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നടക്കുന്ന സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ തെരഞ്ഞെടുക്കും. ജില്ലാ പ്രസിഡന്റ് ക്ലമൻ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ കൌൺസിലർ ജോർജ് താനിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ടെന്നിക്വറ്റ് അസോസിയേഷൻ സെക്രട്ടറി AC ബേബി, MS പവനൻ, M മോനിച്ചൻ, അബ്ദുൽ നിസാർ, ബൈജു വറവുങ്കൽ, ജോസ് തോമസ്, ജോജി മാത്യു ചരളിൽ, AC ബേബി, MK ചന്ദ്രൻ, ബേബി എബ്രഹാം, ജോർജ് ചെട്ടിപ്പറമ്പിൽ, കോച്ചുമാരായ P. സന്തോഷ് കുമാർ, TG ലലിൻ, ബിനോയ് മുണ്ടക്കാമറ്റം എന്നിവർ പ്രസംഗിച്ചു. ഇതുകൊണ്ട് കുറേ നാളുകൾ നമ്മുടെ പ്രദേശത്ത് അപ്രത്യക്ഷമാവുകയും വീണ്ടും ഒന്നുകൂടി സജീവമാക്കി പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുവാൻ നമ്മുടെ ജില്ലയിൽ നിന്നും ഏറ്റവും മിടുക്കരായ ആളുകളെ അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പെട്ടെന്ന് ഒരു ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. വളരെ സജീവമായി നിന്നിരുന്നു ഒരു കാലത്ത്. നമ്മുടെയൊക്കെ സ്കൂൾ ചെറുപ്പത്തിൽ നമുക്ക് ഡ്രിൽ എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ ഈ റിങ് നമുക്ക് തരുമായിരുന്നു. അതുപോലെ ഇന്ന് ഇത്തരത്തിലുള്ള നെറ്റോ സംവിധാനമോ അങ്ങനെ കോർട്ടോ ലൈനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ യഥാർത്ഥ നിയമാവലി പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് ആ കുട്ടികളെ വരുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് തയ്യാറാക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇനമാണ്. മെയ് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ്. പുരുഷ വനിതാ അംഗങ്ങളുള്ള 12 അംഗ ടീമിനെയാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കുന്നത്.